രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെയാണ് എടുത്ത് വെച്ചത്. ഇതിന് നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുങ്ങനെ നമുക്ക് കട്ടൻ ചായൻ്റെ ഒപ്പരമൊക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് 3 പേർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇതാ ഞാനിതിപ്പം 3 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പകുതി ഉള്ളിയാണ് എടുത്തത് കേട്ടോ. എനിക്കത് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വലിയ ഉള്ളി തന്നെ എടുത്തോളേണ്ടി. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ വെല്ലുള്ളി എനിക്ക് ഇത്രയും മതി. ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര കുഞ്ഞാക്കാൻ പറ്റുക അത്രയും നല്ലതാണ് കേട്ടോ. ഇനി പച്ചമുളകാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടിയെന്ന് വെച്ചാൽ അത്ര എടുക്കും കേട്ടോ. പിന്നെ ഇത് എന്താ പച്ചമുളകിന് എരിവ് കുറവാണ്, അതാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ തക്കാളി ഇതിൻ്റെ ഒരു പകുതി മതിയാവും കേട്ടോ, കൂടുതലായിട്ട് വേണമെന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വലിയ പീസായി പോണ്ട. അധികം വലിയ പീസൊക്കെ ആകുന്ന സമയത്ത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന നേരം ഒരു സുഖം ഉണ്ടാകില്ല കേട്ടോ. ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതാ തക്കാളി മുഴുവനായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിൻ്റെ ആ നടുഭാഗം ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത് ഒഴിവാക്കി. ഇതുപോലെ ഒരു കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കേട്ടോ. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കടുക് പൊട്ടിക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നൊക്കെ വീഡിയോ ക്ലിപ്പ് പോയതാണ് ഇതിനോട്. പിന്നെ ഇതാ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തി കേട്ടോ. പിന്നെ ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയതാ, ഞാൻ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇഞ്ചിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് അധികം ഒന്ന് ചോന്ന് പോകണ്ട, അധികം വാടാൻ നിൽക്കണ്ട കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മളെ മസാല ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സൂചിപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ ഒരു എണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും സൂചിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വറന്ന് വന്നോട്ടെ. നമ്മൾ ഇതിലേക്ക് RKG ഒക്കെ ചേർത്ത് കൊടുത്തല്ലേ, അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളെ സൂചിപ്പൊടി നല്ലോണം ഒന്ന് എണ്ണ എല്ലായിടും ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ, ഈ ചൂടുവെള്ളത്തിലേക്ക്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെന്ത് വന്നിക്കുമെന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതാ പാകത്തിനായിട്ട് വരുന്നുണ്ട്, ഒന്നും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഉപ്പുമാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതറിയാത്തൊലിക്കും പിന്നെ ഇതുപോലെ ചെയ്താൽ മതി. ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്കും അതുപോലെ തന്നെ സബും ചെയ്യാൻ മറന്നു വെറുതെ. ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.